കാലം പുതിയ ആളുകൾ, അവന് ഇറിറ്റേഷൻ ഉണ്ടാകും, സ്വാഭാവികം. പിന്നെ വെക്കേഷൻ ആയിട്ട് അവന്റെ കൂടെ കളിക്കാൻ ആരുമില്ലല്ലോ, അപ്പൊ കുറച്ച് കുസൃതിയൊക്കെ ആകാം. ഡോക്ടറെ ഞങ്ങളുടെ പുതിയ വീടിന്റെ ഭിത്തി ഒന്ന് കാണണം. അത് ബുക്ക് വാങ്ങി തരാത്തോണ്ടാ. ഒന്നുമല്ലെങ്കിൽ അവന്റെ പ്രായത്തിലുള്ള പിള്ളേരോടെ കളിക്കാൻ ഒരു ആഗ്രഹം അവന് കാണില്ലേ, സ്വാഭാവികം. ഒരു കാര്യം ചെയ്യും, അടുത്ത് കുറച്ച് പിള്ളേരുണ്ടെന്ന് പറഞ്ഞില്ലയോ, കുറച്ചു നേരം അവരോട് കളിക്കാൻ വിട്. ആ വിടുവൊക്കെ ചെയ്യാം, പക്ഷെ രാവിലത്തെ പാപ്പം കഴിച്ചിട്ട് വിടാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദി ബെസ്റ്റ്. 200 രൂപ ഉള്ളു. മുതുക്ക ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ, ഇനി കൊതേ ഉണ്ട്. അതിന് വേണ്ട മുതുക്ക് ഒന്ന് തിന്ന. അമ്മക്ക് എടുക്കട്ടെ? മുതുക്ക് എടുക്കട്ടെ? വിളിച്ചോണ്ട് പോണോ പഴച്ച ചേർക്കനെ? എന്താ രാവിലെ കഥ നോക്കുന്നതിന് മുമ്പ് നേരത്തെ വന്നാന്നോ? 1 മിനിറ്റ് വണ്ടി ഒന്ന് പാക്ക് ചെയ്തിട്ട് വരാം. മാതടാ കഥ നോക്കട്ടെ. അങ്ങോട്ട് മാറി. എന്താ വേണ്ടേ? എടാ എനിക്ക് കുറച്ച് അരിയും പഞ്ചസാരയും വേണടാ ചായ ഇടാന്. ഇവരൊക്കെ ഒരേ കഥം കേൾപ്പൊന്ന് ഞാൻ കഥം തരത്തില്ല കേട്ടോ. ആ ഒന്ന് മാറി. അയ്യോ തൂക്ക് നോക്കട്ടെ. കൊച്ചൂര് രാവിലെ തുടങ്ങി പന്ന പിള്ളേര്. ഞാൻ പോയി കതിയുമ്പോൾ ഇങ്ങനെ പതിയെ വത്തൻ. ഇല്ല, എന്റെ പൊന്നു നല്ല കുഞ്ഞല്ലയോ. വാ, എന്റെ പൊന്നു ചക്കരയല്ലയോ. ഇപ്പം രണ്ടും കഴുത്തായി. നിനക്ക് ഇത് തരാം, മറ്റേത് നിനക്കും തരാം. ചാക്കെന്ത്? താക്കൊന്നും എന്റെ ഇല്ല. ചാക്കില്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ഞങ്ങൾ ലിലേഷാ, അങ്ങനെ ചാക്കൊന്നും തരാൻ പറ്റത്തില്ല. പൈസ തരണം. അവിടെ ചുമ്മാ നടന്ന് മണ്ണ് വാരി ഒന്നും കളിച്ചാക്കരുത്, ദേഹത്തൊന്നും അഴുക്കാക്കരുത്. അവന്മാരെന്തേലും അഴുക്ക സാധനമൊക്കെ തരും, കഴിക്കരുത്. കത്തിക്കത്തില്ല. അവിടെ മമ്മി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാ ഈ ഡ്രസ്സൊക്കെ ഇട്ട് തന്നേക്കുന്നത്. അഴുക്കാക്കരുത്. ആക്കത്തില്ല. എനിക്ക് വിളക്ക് കത്തിക്കാൻ കുറച്ച് എണ്ണ വേണം, തരുവോ? എന്നാ തരുവോന്ന് ചോദിച്ചാ എന്നാ കൂട്ടോ വെച്ചാ മൊത്തം. അന്നേ എന്നെ ഇല്ല വേണ്ട, കൊണ്ടു തരാം. മക്കളുമാരെ ദാണ്ട നിങ്ങൾക്ക് പുതിയൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അതാരാ? ഏതാ ഇവനല്ലയോ 2-3 മാസം മുമ്പ് ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കിടന്ന് കടങ്ങനെ കണ്ടേ? ഈ കുഞ്ഞിനെയും കൂടെ നിങ്ങളുടെ ടീമിൽ ചേർക്കുവോ? ചേർക്കാം. നീയാണ് വിധത്തെ രാജാവ്. നാനാ കേൾക്കാം. പക്ഷെ നിന്റെ പേര് ഞങ്ങൾ മാറ്റും. നിന്നെ ഞങ്ങൾ മന്നാമുന്നീനെ വിളിച്ചതല്ലോ. കുഴപ്പമില്ല മോനെ, പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. എന്നാ പപ്പേ ഉച്ചയ്ക്ക് വരാൻ വിളിക്കാൻ. പോയി കളിച്ചു. അത്തം പോയി, അത്തം വീട്ടിൽ പോയി, അത്തം വീട്ടിൽ പോത്തെ പത്തി. ഇതെന്തുവാ? ഇത് ഞങ്ങളുടെ കഥ. എന്തുവാ ഇത്? എന്താ കഥ? നാനാ വിധത്തെ മൊല്ലാലി പാരമ്പര്യ സ്വത്ത. ഇവന്മാര് സാധനം മേച്ചാൻ വന്നാ ഇവരെ. ഇത് ഉപ്പ് തൊട്ട് ഉപ്പുമാവ് വരെ കിട്ടും. എടാ എന്റെ വെച്ചെണ്ണ എന്താടാ? അയ്യോ നാ മറന്നു പോയതാ. നിന്റെ വെച്ചെണ്ണ ഇന്നാ. ഇതിനെന്തോടാ ഒരു ഉണ്ണിമൂത്രത്തിന്റെ മണോ? അത് പുതിയ വെച്ചെണ്ണയാ. ഫ്രഷാ ഫ്രഷ്. പൈസ ഏതാ? എത്ര പൈസയാ? പൈസ 230 തറേ. 4 4 2 6 5 ഇങ്ങല്ല ഞാൻ കൊടുക്കാം. 3 എന്താ 3 5 ഇന്ന വീതി അങ്ങോട്ട് 3 10 100 കള്ളനോട്ടാണോടാ? ഇന്നത്തെ ഗാന്ധിജി കണ്ണാടി ഇല്ലല്ലോ. ഇങ്ങോട്ട് രാജാ. ആ എന്താ കണ്ണാടി ഇപ്പൊ ഒന്നോട്ടായില്ലേ? അയ്യോ ഒന്നില്ല, അവന്റെ കണ്ണാടി ഉണ്ട്. എന്താ അങ്ങോട്ട് വീതി 230 ബാക്കി 500 അങ്ങോട്ട് തരാം കേട്ടോ. എന്തോ നിന്റെ ചില്ലതാ ഇല്ല. നീ സാധനം വെച്ചാൽ വേണം കേട്ടോ. ഒരുപാട് ഡിസ്കൗണ്ട് തരാം. എനിക്ക് കുറച്ച് ശാനം വേണം. നിന്റെ പൈസ എന്തോടാ? ഞാനിപ്പം പോയിട്ടേ പൈസ എഴുതുന്നു വരാം കേട്ടോ. മന്ദമാതെ പത്തിക്കാം. എന്നാ പൈസ എനിക്ക് ശാനെന്താ? ഈ നോട്ട് ഇവിടെ പറ്റത്തില്ല കേട്ടോ. എന്നാ കൈ വെച്ചു. ഉദായ ഞാൻ വേറെ നോട്ട് കൊണ്ടുപോകത്തെ. ആ കൊണ്ടുപോവാ. ഇതെന്തെടുക്കുവാ? ഞങ്ങൾ മേടിച്ച ശാനം കൊണ്ട് കഞ്ഞിയും കറി ഉണ്ടാക്കുക. എനിക്ക് കഞ്ഞിയും കറിയും കൂട്ടണം. എന്നാ പോയി പെട്ടെന്ന് പൈസ കൊണ്ടുപോവാ. പറ്റത്തില്ല പൈസ. പൈസ
ഇതേ ഇത് കള്ളനോത്താ. നീ എന്നെ കൊണ്ട് പോലീസിനെ പിപ്പിച്ചില്ലയോ? ഇത് നരേന്ദ്ര സ്പെഷ്യൽ മാമനുണ്ടല്ലോ, നിർത്തിയ നോത്താ. നോക്ക്, ഗാന്ധിജി ഇല്ല ഇണ്ടാത്തി. ഇപ്പത്തെ നോത്തി മൊത്തം ഗാന്ധിജി ഉണ്ട്. ആ, ഇത് മൊത്തം കള്ളനോത്താ. എച്ച് കഞ്ഞിയും കതിയും വേണം. നിനക്ക് പൈസ ഇല്ലാത്തോന്നല്ലയോ? എന്നോ ഒരു കാര്യം നീ എന്ത് ഡ്രൈവറാവ്. അപ്പൊ നിനക്ക് 2 ദിവസം കൂടുമ്പോ 30 പൈസ. എന്ത് വണ്ടിയാ ഉള്ളേ? മാസ്കോക്ക് അതില് ഡിഫൻഡർ ഉണ്ട്. രാവിലെ പൃഥ്വിരാജിന്റെ ലംബോർഗിനിയിലാ വന്നെ. അവൻ രാവിലെ പാക്ക് ചെയ്തിട്ടുണ്ട്, കണ്ട? എന്നാ ഒരു കാര്യം എന്റെ ഡിഫൻഡറിന്റെ ഡ്രൈവർ അയക്കും. നമുക്കൊന്ന് കവല വല്ല ഒന്ന് പോയിട്ട് വരാം. വാ. എന്താ വണ്ടി ഓടുന്നില്ലയോ? നമുക്ക് വണ്ടി ഓടിച്ചാൽ അറിയത്തില്ല. നീങ്ങുന്നില്ല. ഇതിപ്പോ എത്തൂലില്ല. അത് പറഞ്ഞു രാവിലെ ഞാൻ ഫുൾ ടാങ്ക് അച്ചായി വണ്ടി ചത്തിപ്പെത്തോത്. നിനക്ക് വണ്ടി ഓടിച്ചാന്നും അറിയത്തില്ല, അതാ. അറിയാ, ഞാൻ പപ്പയുടെ വണ്ടിയും കൊണ്ട് സ്ഥിരമായിട്ട് മീൻ മേടിക്കാൻ പോകുന്ന. എടാ ഇവനൊന്നും അറിയത്തില്ല, ഇവൻ പൊത്തനാണ്. ഇവൻ മന്നാമുന്നി എങ്ങനെ മന്നാമുന്നി മന്നാമുന്നി അയ്യേ മന്നാമുന്നി മന്നാമുന്നി. ഞാൻ മന്നാമുന്നി ഒന്നും അല്ല. ഞാൻ മന്നാമുന്നി അല്ല. അതെ മന്നാമുന്നി. അയ്യേ മന്നാമുന്നി അല്ല. അയ്യേ മന്നാമുന്നി മന്നാമുന്നി കുസിവിട്ട് മന്നാമുന്നി കുസിവിട്ട്. ഇതിന്റെ പൈസ കാണുന്നില്ല. ആരാ പൈസ എത്തേ? ഇതിന്റെ പൈസ ആരാ എത്തേന്ന് പറ. ഞങ്ങൾ ഇവരെ ചോദ്യം കടിയൊക്കെ വെക്കുമായിരുന്നു. മന്നാമുന്നി അവിടെ കിടന്ന് കലങ്ങന്ന് കണ്ടായിരുന്നു. അതിനായിരിക്കും എടുത്തോണ്ട് പോയെ. മോനെത്തില്ല. മോൻ വല്ല പൈസക്കുറവില്ല. മോക്കത്തില്ല, എക്കത്തില്ല. പരിചയമില്ലാത്ത നീ ഈ കഥ കച്ചാൻ മതി. എന്നിട്ട് ഞങ്ങളുടെ കൂടെ കമ്പനി ആവുന്നു. പരിചയമായി കഴിഞ്ഞ് നിനക്ക് സാധനം മേച്ചനമായിരുന്നു. നിന്റെ പൈസ ഇല്ല. അന്നേരം നീ ഞങ്ങൾക്ക് ആദ്യം കള്ളനോത്ത് തന്നു. കള്ളനോത്ത് ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ നീ പൈസ ഉണ്ടാക്കാൻ പോയി. അപ്പൊ നീ തന്നെ കള്ളൻ. നീ തന്നെ കള്ളൻ. പിന്നെ നിനക്ക് എവിടുന്ന് കിട്ടിയതാ കാച്ച്? പതേതാ നിനക്ക് കാറ്റ് എവിടുന്ന് കിട്ടിയതാ? ആ, എന്താ പൈസ മൊത്തം ഇവൻ എത്തോണ്ട് പോയമ്മേ. ആ, വില വെച്ചിരുന്ന കൊറേ പൈസ എന്താന്നു കൂട്ടിയിട്ട് കത്തിച്ചോ? ചോദി മോന്റെ പപ്പയും മമ്മിയും പോലും മോനെ ഇതുവരെ കഥയിച്ചിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ല. 3 വെച്ചക്കുന്നു. താവയോത്ത് ഒന്നും കഴിച്ചില്ല. ഇത് വേവണ്ടായോ? 3 വെത്തക്കുന്നു. അങ്ങോട്ട് നിങ്ങൾ നോക്കണ്ട, ഞാൻ ഇപ്പൊ വാതാവേ. ഹായ്, എന്തോ നിന്റെ പേര്? ഋത്തികേഷ് കൃഷ്ണ. നല്ല പേര്. അമ്മുമ്മയുടെ പേരോ? ഡോലി ആന്റി. ഡോലിയാന്റി. അമ്മയുടെ പേരെന്തുവാ? ഗ്രീഷ്മ. ഗ്രീഷ്മ. നല്ല പേരാ. ഏട്ടാ, ചായ ഉണ്ടാക്കാൻ കുറച്ച് പച്ചക്കറി തരുമോ? പച്ചക്കറി തതനോ വേണ്ടായോന്ന് മോൻ തീരുമാനിക്കും. ആദ്യം നീയൊക്കെ എന്നെ ആ വണ്ടിയിൽ കവലെ മൊത്തം ഒന്ന് കഥക്കിയിട്ട് വാ. എന്നിട്ട് താതാം പച്ചക്കറി. ഇനി മുതൽ ഇവിടുത്തെ ദാതാവ് നാന്ന. എല്ലാവർക്കും കുടിക്കാൻ ഒരു ജ്യൂസ് എടുക്കട്ടെ എന്നോ?